ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുവാണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ബിസ്ക്കറ്റാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുട്ട ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്. പൈനാപ്പിൾ എസൻസ് ഇല്ല എങ്കിൽ വാനില എസൻസ് ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് യെല്ലോ കളർ ആഡ് ചെയ്യാം. യെല്ലോ കളർ ഇല്ല എങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ഇല്ല എങ്കിൽ നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ മാവ് മുഴുവനും ഈ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ട്രേയിലേക്ക് ബട്ടർ പുരട്ടിയ ശേഷം ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. ട്രേയിലേക്ക് ചെറിയ ചെറിയ ഡ്രോപ്പുകളായിട്ട് നമുക്ക് ഇതേപോലെ മാവ് വെച്ച് കൊടുക്കാം. $150 പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റ് നമുക്ക് ഈ മുട്ട ബിസ്ക്കറ്റ് ബേക്ക് ചെയ്തെടുക്കാം. മുട്ട ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണിത്.